ഓസ്ട്രേലിയക്കെതിരായ ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഒടുവിൽ അർഹിച്ച സെഞ്ചുറി തന്നെയാണ് നിതീഷ് കുമാർ റെഡ്ഡി സ്വന്തമാക്കിയത്. ഇന്ത്യ വലിയ ബാറ്റിംഗ് തകർച്ചയെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് അരങ്ങേറ്റ പരമ്പരയിലെ ഏറ്റവും നിർണായകമായ മത്സരത്തിൽ സെഞ്ചുറിയോടെ നിതീഷ് കസറിയത്. ഇന്ത്യയുടെ പേരുകേട്ട താരങ്ങളെല്ലാം ഓസീസ് ബൗളിംഗ് നിരയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയപ്പോൾ ഇന്ത്യയെ വലിയ നാണക്കേടിലേക്ക് പോകാതെ തന്നെ പിടിച്ചുയർത്താൻ നിതീഷ് കുമാർ റെഡ്ഡിക്ക് സാധിച്ചു എന്ന് എടുത്തു പറയണം. 171 പന്തുകൾ നേരിട്ട് 10 ഫോറും 1 സിക്സും ഉൾപ്പെടെയാണ് നിതീഷ് തൻ്റെ കന്നി സെഞ്ചുറി നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യക്കായി പല യുവതാരങ്ങളും ഓസീസിൽ മികവ് കാട്ടിയിട്ടുണ്ട്. എന്നാൽ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിൽ അവസാന വിക്കറ്റുകാരെ കൂട്ടുപിടിച്ചാണ് നിതീഷ് തൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. സ്കോട്ട് ബോളണ്ടിനെ ബൗണ്ടറി പായിച്ചാണ് നിതീഷ് തൻ്റെ കന്നി സെഞ്ചുറി മെൽബണിൽ പൂർത്തിയാക്കിയതെന്ന് എടുത്തു പറയണം. മെൽബണിലെ സെഞ്ചുറി പ്രകടനത്തോടെ നിരവധി റെക്കോർഡുകളും നിതീഷ് കുമാർ സ്വന്തം പേരിൽ കുറിച്ചു. 8-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി കൂടി അദ്ദേഹം മാറി. അരങ്ങേറ്റ താരങ്ങൾക്ക് അത്ര പെട്ടെന്നൊന്നും സാധ്യമാകാത്ത നേട്ടമാണ് നിതീഷ് ആദ്യ പരമ്പരയിൽ തന്നെ നേടിയെടുത്തത്. ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ മൂന്നാമത്തെ ഇന്ത്യക്കാരനായി മാറാനും നിതീഷിന് സാധിച്ചു. 18 വയസ്സിൽ സച്ചിൻ 2 തവണ ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടിയിട്ടുണ്ട്. ഋഷഭ് പന്ത് 21 വയസ്സും 91 ദിവസവും പ്രായമുള്ളപ്പോൾ സിഡ്നിയിൽ സെഞ്ചുറി നേടി. ഇപ്പോഴിതാ 21 വയസ്സും 214 ദിവസവും പ്രായമുള്ളപ്പോൾ ഈ ചരിത്ര നേട്ടത്തിലേക്ക് നിതീഷും എത്തി. 8-ാം നമ്പറിൽ വിദേശത്ത് സെഞ്ചുറി നേടുന്ന 5-ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് നിതീഷ്.